കെ.സി. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ് ഇന്ന് നല്ല റെഡ് അലർട്ടാന്ന് പറഞ്ഞത് അല്ലേ? നോക്കണം, മഴ പെയ്യുന്നോ ഒന്നാണ്. ഏത് CPI എന്നാണ് MVO എന്നും ചോദിച്ചത്? ഏത് CPI എന്ന്? സത്യം പറഞ്ഞാൽ ഞങ്ങളവരെ ക്ഷണിക്കണമെന്നില്ല, ഈ നാണക്കേട് സഹിച്ചവിടെ നിൽക്കണ. ഞങ്ങൾ ചോദിക്കുക ഏത് മുസ്ലിം ലീഗ് എന്ന് ഞങ്ങൾ ചോദിക്കും. മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണ് UDF. അല്ല, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ഞങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഈ CPI-കാരോട് ഏത് CPI എന്ന് പാർട്ടി സെക്രട്ടറി, ആ CPI സെക്രട്ടറി എന്നിട്ട് നാണം സഹിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുക. എനിക്ക് തന്നെ സങ്കടം. അത് ഞാൻ അവരൊരു അവിടുത്തെ ഒരു ഘടകകക്ഷിയാണ് അല്ലേ? അവർക്ക് അതിൻ്റെതായ ഒരു വിശ്വാസ്യതയുണ്ട്. ഞങ്ങൾ അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. അത് വരുമ്പോൾ ആലോചിക്കാം, ഞാനൊന്നും പറയില്ല. അല്ലല്ല, ഞങ്ങളൊന്നും പറയില്ല. ഞങ്ങൾ ഒരാളുമായിട്ട് ചർച്ചയില്ല. ഞങ്ങൾ ഒരാളുമായിട്ടും LDF-ലെ ഒരു കക്ഷികളുമായിട്ട് ഞങ്ങൾ ചർച്ചയില്ല. ഇപ്പൊ ചർച്ച ചെയ്തിട്ടില്ല. ചെയ്ത് തീരുമാനം എടുത്തിട്ട് നിങ്ങളെ അറിയിക്കാം ചെയ്യണ സമയത്ത്. ഇപ്പൊ ഇല്ല, ഇപ്പൊ ഒന്നും പറയണില്ല. ഇപ്പൊ അല്ലാതെ ഇഷ്ടംപോലെ ആളുകൾ നിൽക്കുകയാണ്. ഞങ്ങള് അത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. UDF ചേരാൻ NDA-യിലെ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള ഇഷ്ടംപോലെ ആളുകൾ, LDF-ലെ ചില കക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ UDF-ൽ ചേരാൻ നിൽക്കുക. ഞങ്ങൾ അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതിനൊന്നും ഞാൻ മറുപടി പറയില്ല. അതൊക്കെ KPC പ്രസിഡന്റ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായിട്ടും പറഞ്ഞു, സംഘടനാപരമായ കാര്യങ്ങളൊന്നും ഞാൻ മറുപടി പറയില്ല. അത് KPCC പ്രസിഡന്റ് നിങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അദ്ദേഹം പറയും. അല്ല, കേന്ദ്ര സർക്കാരിന്റെ പണമല്ലേ, കളയണ്ട. പക്ഷേ BJP-യുടെ വർഗീയ രാഷ്ട്രീയം, RSS രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സ്വീകരിക്കാൻ പാടില്ല. കാശ് നമ്മുടെ കൂടി പൈസ അല്ലേ, നമ്മളും കൂടി നികുതി കൊടുത്തല്ലേ. ഈ GST-യുടെ പകുതി കേന്ദ്രം മേടിക്കുന്ന കെ.സി. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ് ഇന്ന് നല്ല റെഡ് അലർട്ടാന്ന് പറഞ്ഞത് അല്ലേ? നോക്കണം, മഴ പെയ്യുന്നോ.